നമസ്കാരം. നമ്മളിന്നൊരു പോളറാട് ഫിഷിങ്ങിനാണ് വന്നേക്കണേ. മെയിനായിട്ട് നമുക്ക് കുറച്ച് പൊടി പിടിക്കണം. പള്ളത്തി പരലൊക്കെ നോക്കിയിട്ടാണ് വന്നേക്കണേ. അതായത് വൈകുന്നേരം കുപ്പിച്ചുകൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഇത് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പരല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിനെ കൊല്ലാണ്ട് വെള്ളത്തിട്ട് വയ്ക്കണം. വേണ്ട ഒരു പരല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീറ്റയാണ് ഇടണം കേട്ടോ. മൈദയും പല്ലറ്റും കൂടി മിക്സ് ചെയ്താണ് ഇടണം കേട്ടോ. നോക്കി നോക്കാൻ കിട്ടുമോ സംഭവം? കൊത്തുണ്ട്, പൊടിമീനാണ്. അടുത്ത് നമുക്കൊരു ഉണ്ടത്തി പരല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പരലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനെ നമുക്ക് ഫൗൾ ഹുക്കാണ് കിട്ടണേ. വായലല്ല ചകളാലാണ് കയറിയുണ്ട് കുളത്ത്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പള്ളത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഇവനെയാണ് ആവശ്യം. അവനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മണ്ണിലിട്ട് നോക്കിയപ്പോഴാണ് പള്ളത്തിന് കിട്ടിയാട്ടോ. മണ്ണിലിട്ട് അപ്പം വന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു പള്ളത്തിനോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 3-4 വള്ളത്തിനെ പിടിക്കണം എന്തായാലും. ഓക്കെ. അപ്പോൾ മൂന്നാമതൊരു പള്ളത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പൂവാലി പരലിനെ കിട്ടിയിട്ടുണ്ട്. പൂവാലിനെ അപ്പോൾ അവന് നമുക്ക് എടുക്കാം. ഇത് വറുത്താൽ നല്ല ടേസ്റ്റുള്ള മീനാട്ടാ. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നമുക്കിത് വറക്കാൻ എടുക്കാം. ചൂണ്ടലിക്ക് ഇത്ര വലിപ്പത്തിൻ്റെ ആവശ്യമില്ല. വെട്ടി ചൂണ്ടലിക്ക് കേട്ടോ. കുപ്പി ചൂണ്ടലിക്ക് ഇത്ര വലിപ്പത്തിൻ്റെ ആവശ്യമില്ല. പള്ളത്തിനെ പിടിക്കാനാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള. കിട്ടണത് ഇവരൊക്കെയാണ് കിട്ടണം കേട്ടോ. ഇതിനും വലുതും കിട്ടിയിട്ടുണ്ട്. അതെ, അടുത്ത പരലിനും കിട്ടിയിട്ടാ. എന്താ ഇത്ര വലുത് നമുക്ക് ആവശ്യമില്ല. കാരണം കിട്ടാനെടുക്കാണ്. വേണ്ട. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഇതായിട്ട് കേട്ടോ. പരല് നമുക്ക് വേണ്ടി വലിയ നമുക്ക് പള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പരല് നമുക്ക് വറക്കാടുക്കാം കേട്ടോ. വേണ്ടല്ലേ. ഇതിൽ ആവശ്യത്തിന് പരലും പള്ളത്തേക്കുണ്ട്. പള്ളത്തി അടിയിലുണ്ട്. പരലൊക്കെ ചത്തു. പരലപ്പോൾ നമ്മൾ വറക്കെടുക്കും. പള്ളത്തി നമ്മൾ സെറ്റാക്കും. അവൻ ചാടിപ്പോയനെ. അവനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ അതിന് നെയ്റ്റ് കാണാം. നെയ്റ്റ് അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് കുപ്പിച്ചുകൊണ്ടിരും കേട്ടോ. അപ്പോൾ കാണാം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഓക്കെ. നമ്മൾ ഏകദേശം ഒരു 15 ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ പള്ളത്തീനെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കോഴി വേസ്റ്റ് ഉണ്ട്. നമ്മൾ കോർക്കണ കാണിക്കുന്നില്ല. പള്ളത്തീനെ കോർക്കണ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് രാത്രി ഇട്ട് നോക്കാം. കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ വീഡിയോ എടുക്കാത്ത ദിവസങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. എന്നെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ചൂണ്ട വെള്ളത്തിലേക്ക് ഇടുന്നില്ല. നമ്മൾ മറ്റേ ഒരു ചപ്പലോടിനും കുരുക്കി വയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഇറങ്ങിയെടുക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് നീട്ടലിട്ടുണ്ട്. പറഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ മിസ്സായി പോയിട്ടാ. ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഫുള്ളായിട്ട് ലോക്കായി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ ചൂണ്ടകൾ കേട്ടോ. ഇത് കിടക്കുന്ന ഓരോ വെള്ളം കുത്തി ബാക്കിയൊക്കെ കുപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. ഫസ്റ്റ് അത് മിസ്സായിട്ടുണ്ട്. നമുക്കിനി കിട്ടുമോ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിടണം കേട്ടോ. കോഴിക്കോടിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏത് ഇഷ്ടപ്പെട്ട് എടുക്കട്ടെ വെച്ചിട്ടാ. നമ്മൾ ഇങ്ങനെയാണ് കോഴിക്കോടിൽ കൊടുക്കണം കേട്ടോ. കോഴി വേസ്റ്റിൽ നമുക്ക് അത്യാവശ്യം ബ്രാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊടിമീൻ തന്നെ വേണമെന്നില്ല. നമ്മുടെ വിയറ്റ്നാം വരാല അതിൻ്റെ പേരിൽ കോഴി വേസ്റ്റിൽ അടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചുറ്റുന്നത്. ഉടക്കി ചുറ്റും. അപ്പോൾ പെട്ടെന്ന് ഊരി പോവില്ല. നമ്മൾ 15 ചൂണ്ട കൊണ്ടുവന്നായിരുന്നു. നമുക്കത് മുഴുവിടാൻ പറ്റില്ല. നല്ല മഴയാണ്. മഴ കാര്യം രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 8-9 ഇട്ട് നിർത്തുകയാണ്. അപ്പോൾ മീൻ അടിക്കുമെന്ന് അറിയില്ല. അതുപോലെ മഴയും കാര്യങ്ങളാണ്. കോട്ടൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം കയറി നിൽക്കണം. കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ 8-9 ഇട്ടുണ്ട്. ഈ മഴ പെയ്യുന്ന സമയത്ത് മീൻ അടിക്കില്ല നമുക്കറിയില്ല.
അപ്പോൾ നമുക്ക് ഉള്ളത് നോക്കി നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ പിട്ട് ഏകദേശം ഒരു 8-9 മണി ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ 12 മണിക്ക് ശേഷം നമ്മൾ വന്ന് നോക്കും. അപ്പോൾ അറിയാം നമുക്ക് ബാക്കി മീൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. ബാക്കി അപ്പോൾ അപ്പം കാണിക്കാം. 11 എടുത്തു കേട്ടോ. കിട്ടിയ കണ്ട ഇത്രയും വന്നിട്ട് ആരാണ്. ഇപ്പോൾ ഏകദേശം 3 മണിയുണ്ട്. മഴ നിന്നിട്ടില്ല, നല്ല മഴയത്ത് വന്നിട്ടെടുത്തേ. അപ്പോൾ വെള്ളം കയറിയിട്ട് നമ്മുടെ ചൂണ്ടാളൊക്കെ കുറേ ഒലിച്ച് ആ വഴിക്ക് പോയിട്ടുണ്ട്. അതായത് പൊന്തി കിടന്നു, അങ്ങനെ മീൻ അടിച്ചിട്ടില്ല. നമുക്ക് കിട്ടിയത് എത്ര നേരം നമ്മൾ മെനക്കെട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.